കൈ കാട്ടി വിളിച്ചു. അപ്പം ഒരു സിസ്റ്റർ ഓടിക്കുന്നു, ഒരു സിസ്റ്റർ വിളിക്കുന്നു. ഞങ്ങൾ അടുത്ത് ചെന്നപ്പോൾ അമ്മ പറഞ്ഞു, സാരമില്ല, മദർ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നാളെ മുതൽ നിങ്ങൾക്ക് ഞാൻ ചാമ്പിങ്ങ പെറുക്കി തന്നേക്കാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. അത് അതിന് നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ അമ്മ ഇനി എന്ത് പറഞ്ഞാലും കേൾക്കാൻ തയ്യാറാണ്. സാരമില്ല, മദർ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നാളെ മുതൽ ഞാൻ നിങ്ങൾക്ക് ചാമ്പങ്ങ പെറുക്കി തന്നേക്കാം. ഇപ്പൊ 4 എൻ്റെ കയ്യിലുണ്ട്. ദിവസവും നിങ്ങൾക്ക് ചാമ്പങ്ങ തരാം. ഞാനൊരു കാര്യം പറഞ്ഞ നിങ്ങൾ കേൾക്കോ? കേൾക്കാം സിസ്റ്റർ. ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സുഹൃത ജപം ചൊല്ലണം. ചൊല്ലിയേക്കാം. എന്നാൽ ഒരു സുഹൃത ജപം ചൊല്ലിക്കേ. ഞങ്ങൾക്കറിയാവോ സുഹൃതജപം? ഉടനെ അമ്മ പറഞ്ഞു തന്നു, എന്റെ അമ്മേ, എന്റെ ആശ്രയമേ, എന്റെ ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇത് രണ്ടും പറഞ്ഞപ്പോൾ ഇതെനിക്കറിയാമായിരുന്നു, പക്ഷേ സുഹൃതജപം അന്നറിയാൻ പാടില്ല. ഞങ്ങളെ അമ്മ വീട്ടിൽ പറഞ്ഞു, കുരിശ് വരെ കഴിഞ്ഞ് സ്തുതി ചെല്ലുന്നതിന് മുൻപായിട്ട് ഇതുകൂടി ചെല്ലിങ്കിലേ അത്താഴം കിട്ടുള്ളൂ. അപ്പോൾ അത്താഴം കഴിക്കാനുള്ള എന്തോ ഇതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടെ പറഞ്ഞു തന്നമ്മ, കുളിരാൽ വിറയ്ക്കുന്ന ഉണ്ണീശോയെ നിന്നെ ഞാൻ മുത്തുന്നു. അത് ആദ്യം കേൾക്കുന്നതാണ്. ഈ സുഹൃദേവൻ ചെല്ലണം. കൂടുതൽ സുഹൃദേവൻ ചെല്ലുന്നവർക്ക് കൂടുതൽ ചാമ്പങ്ങ തരും, വേറെ സമ്മാനങ്ങളും തരും. ഇത് ചൊല്ലി എത്ര ചൊല്ലി എന്ന് എഴുതി കൊണ്ടുവരണം, എന്നിട്ട് വിശാഖപട്ടണം മിഷന് വേണ്ടി കാഴ്ചവെക്കണം എന്നെല്ലാം പറഞ്ഞ് ഞങ്ങളെ വിട്ടു. ഞാൻ എഴുതി കൊണ്ടേ കൊടുത്തു, പക്ഷേ ഞാൻ കാഴ്ചവെച്ച് ചാമ്പങ്ങ അയക്കാം. ഒരു മനുഷ്യനും കാഴ്ചവെച്ചില്ല. അതായത് അമ്മ കാഴ്ചവെച്ചായിരിക്കും, അറിയാൻ പാടില്ല. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ്, കുറച്ചല്ല 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ വെളുത്തി ഉടുപ്പിട്ട അമ്മ അൽഫോൻസാമ്മയാണ്, സുഖമില്ലാതെ അവിടെ വിശ്രമിക്കുന്ന അമ്മയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. പിന്നെ ഓരോ ദിവസം ചെല്ലുമ്പോൾ ഈ അമ്മയെ കാണാൻ പതിവുണ്ട്. അപ്പോൾ ഓരോ സമയത്തും അമ്മ ഓരോന്ന് പറയും, ചാമ്പിങ്ങായും തരും. അതിനൊപ്പം പറയും നിങ്ങൾ ഉത്സാഹിച്ച് പഠിക്കണം, സ്കൂളിൽ പോകുമ്പോൾ പള്ളിയിൽ കയറി വിശുദ്ധ കഴിക്കണം, നന്നായിട്ട് പഠിക്കണം, മറ്റു പാവപ്പെട്ടവർക്കൊക്കെ സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് പെരുന്നാൾ കൂടാനും മറ്റും തരുന്ന പണം സൂക്ഷിച്ച് വെച്ച് അത് അവർക്ക് കൊടുക്കണം. ആ ഒരു ഉത്സാഹിച്ച് പഠിച്ച് ഒരു മിഷനറി ആയി തീരണം എന്നെല്ലാം പല ദിവസങ്ങളിലായിട്ടാണ് ഇങ്ങനെയൊക്കെ അൽഫോൻസാമ്മ ഉപദേശിക്കുമായിരുന്നു. ഈ ചാമ്പിങ്ങ കിട്ടുന്നത് കൊണ്ട് ഉപദേശം കേൾക്കാൻ വലിയ താല്പര്യമില്ലെങ്കിലും ചാമ്പിങ്ങ തരും, പടം തരും, കാശുരൂപം തരും. ഇതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉച്ച സമയത്ത് പോകും. ഈ ഞങ്ങളിൽ 4 പേര് പോയതിൽ 3 പേരും ഈ പറഞ്ഞ പോലെയൊക്കെ ഉത്സാഹിച്ച് പഠിച്ച് അച്ഛന്മാരായി. KS ജോസഫ് കളപ്പര, അത് വിശാഖപട്ടണം മെഷീന് പോയി. MC ജോർജ് മച്ചിയാനിയിൽ, അത് മൈസൂർ മെഷീന് പോയി. പിന്നെ ഒരു ജോസഫ് മുത്തോലി, അത് നെല്ലൂർ മെഷീന് പോയി. അവരെല്ലാവരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അവർ മരിച്ചുപോയി. അതിൽ ഉപദേശിച്ചതിൽ മെഷീന് പോകാത്തത് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ അതിന് പകരം അച്ഛനായില്ല, അപ്പനായി. 7 പിള്ളേരുടെ അപ്പൻ. ഇനി എന്തൊക്കെ ഓർമ്മകളാണ് അൽഫോൻസാമ്മയെക്കുറിച്ച് കുഞ്ഞേട്ടനുള്ളത്? ഞാൻ പാവർട്ടിയിലാണ് പഠിച്ചത്. അവധിക്ക് വരുമ്പോഴും പോകുമ്പോഴും എല്ലാം എൻ്റെ ഒരു പെങ്ങൾ സിസ്റ്റർ റീത്ത എന്ന് പറയും. ആ റീത്താമ്മയും അൽഫോൻസാമ്മയും ഒരുമിച്ച് ന്യൂഷീറ്റ് കഴിച്ചവരാണ്. അപ്പോൾ ഈ റീത്താമ്മയെ കണ്ടും യാത്ര പറയാനും വിശേഷങ്ങൾ പറയാനുമായിട്ട് ചെല്ലുമ്പം എല്ലാം ഈ അൽഫോൻസാമ്മയെ കൂടെ കാണും. അങ്ങനെ കാണുന്ന അവസരത്തിൽ ഈ റീത്താമ്മയ്ക്ക് ഒരിക്കൽ പനി വന്ന് ക്ഷീണിച്ച് ഇരിക്കുക. അപ്പം എൻ്റെ വീട് മടത്തിൽ നിന്ന് 1 കിലോമീറ്റർ കിഴക്കാണ്. എൻ്റെ അമ്മ ഒന്ന് മദറിനോട് പറഞ്ഞു, അവൾ വല്ലാതെ ക്ഷീണിച്ചാണ്ടിരിക്കുന്നത് റീത്താമ്മ, അതുകൊണ്ട് പാല് കൊടുക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്താ വാചകം ഞാൻ ഓർക്കുന്നില്ല. ഉടനെ മദർ പറഞ്ഞു, ശരിയാ, വീട്ടിലുണ്ടെങ്കിൽ കൊണ്ടുവന്ന് കൊടുത്തോളാൻ പറഞ്ഞു. വീട്ടിൽ നിന്ന് എൻ്റെ ചേച്ചി ഏലിക്കുട്ടി ഒരുമിച്ച് 2 തോളം പാല് കൊള്ളുന്ന ഒരു ഔൺസൂപ്പിക്കകത്ത് പാലുമായിട്ട് വരും. വന്നിട്ട് അൽഫോൻസാമ്മ കിടക്കുന്ന മുറിയുടെ ജനലിൽ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളിയിൽ പോകും.
കുർബാന കണ്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇത് പാത്രം കാലിയായിരിക്കും, അതെടുത്തുകൊണ്ട് വരും. ഇതാണ് സാധാരണ പതിവ്. ഒരു ദിവസം ഇങ്ങനെ പാല് കൊണ്ടുവന്ന് വെച്ചപ്പം അൽഫോൺസാമ്മ ജനലിൽ കൂടെ വന്ന് നോക്കുന്നുണ്ട്. അൽഫോൻസാമ്മേ, എന്താ നോക്കുന്ന? ഇവിടെ നിന്ന് ചാപ്പലിലെ കുർബാന കാണാൻ പറ്റുമെന്ന് നോക്കുക. എനിക്കാണെങ്കിൽ തീരെ സുഖമില്ല. കട്ടിലേന്ന് എഴുന്നേറ്റ് പോകരുതെന്നാ മദർ പറഞ്ഞിരിക്കുന്നെ. ഇവിടെ നിന്ന വാതില് മാത്രല്ലേ കാണൂ. കുർബാനയ്ക്ക് സമയമായി, ഞാൻ പോവാ. കുർബാന കാണാനുള്ള തീഷ്ണത കൊണ്ട്, താല്പര്യം കൊണ്ട്, ദൈവസ്നേഹം കൊണ്ട് അൽഫോൻസാമ്മ എണീറ്റ് ചാപ്പലിൽ കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെന്നു. അത് കഴിഞ്ഞ് അപ്പോഴാണ് അൽഫോൻസാമ്മയ്ക്ക് മനസ്സിലായത്, മദർ എന്നോട് പറഞ്ഞ ഞാൻ ദാരിദ്ര്യം, അനുസരണം, കന്യാവ്രതം ഈ 3 വ്രതം സ്വീകരിച്ച ഒരു സന്യാസിനിയാണ്. മദർ എന്നോട് പറഞ്ഞു എണീക്കരുതെന്ന്. ഞാനത് ധിക്കരിച്ചെണീറ്റു. അത് ഓർത്തിട്ട് കരഞ്ഞ് മദറിൻ്റെ അടുക്കൽ ചെന്ന് മുട്ടുകൊത്തി പൊതി അപേക്ഷിച്ചു. മദറേ, എനിക്ക് തെറ്റുപറ്റി. 3 വ്രതങ്ങളിൽ അനുസരണം എന്ന വ്രതം ഞാൻ തെറ്റിച്ചു. സുഖമില്ലാത്തതുകൊണ്ട് കട്ടിലിൽ നിന്നിറങ്ങരുതെന്ന് പറഞ്ഞത് കേൾക്കാതെ